السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن سعيد بن العاص رضي الله عنه أنه قال: كنت عند عثمان رضي الله عنه فدعا بطهور فقال: سمعت رسول الله صلى الله عليه وسلم يقول: ما من امرئ مسلم تحضره صلاة مكتوبة فيحسن وضوءها وخشوعها وركوعها إلا كانت كفارة لما قبلها من الذنوب ما لم يؤت كبيرة وذلك الدهر كله. صحيح مسلم. മഹാനായ സഈദ് ബിൻ അസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലായിരുന്നു. അന്നേരം ഫദഅ ബി തുഹൂരിൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അംഗശുദ്ധി വരുത്താൻ പറ്റിയ നല്ല ശുദ്ധിയുള്ള വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ശുദ്ധിയുള്ള വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ഫഖാല, അങ്ങനെ മഹാനവറുകൾ പറഞ്ഞു, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ തങ്ങൾ പറഞ്ഞത്? മാമിൻ ഇംരിഇൻ മുസ്ലിമിൻ, മുസ്ലിമായ ഒരു മനുഷ്യനും ഇല്ല, തഹ്ളുറുഹു, അവന് ഹാജരാകുന്നു, സ്വലാത്തുൻ മക്തൂബത്തുൻ, ഒരു ഫർദ് നിസ്കാരം. അപ്പൊ ഒരു വിശ്വാസിയായ മനുഷ്യൻ, അവന് ഒരു ഫർദ് നിസ്കാരത്തിന്റെ സമയമായി. അങ്ങനെ ഫയുഹ്സിനു വുളൂഅഹാ, അവൻ ആ ഫർദ് നിസ്കാരത്തിനുള്ള വുളൂ അത് നന്നാക്കി നിർവഹിച്ചു. വുളൂ നന്നാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആദാബുകളും സുന്നത്തുകളും ഒക്കെ പരിഗണിച്ച് വുളൂ ചെയ്യാന്ന. വുളൂവിന് ഒരുപാട് സുന്നത്തുണ്ടല്ലോ. ഖിബിലക്ക് മുന്നിടുക, ഇരിക്കുക, അങ്ങനെ ഒരുപാട് സുന്നത്തുകളുണ്ട് വുളൂവിന്. ആ സുന്നത്തുകളൊക്കെ പാലിച്ച്, അതുപോലെ കൈകാല മുഖങ്ങളൊക്കെ കയറ്റി കഴുകുക. ഒരു മനുഷ്യന് വുളൂ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം അവന്റെ വുളൂ നീണ്ടുപോകുന്നു, ആ ഭാഗത്തൊക്കെ സ്വർഗത്തിൽ അവനക്ക് ആഭരണം ധരിപ്പിക്കപ്പെടുന്നതാണ് ഹദീസിലുള്ളത്. അപ്പോ ഈ കൈകാല മുഖങ്ങളൊക്കെ നീട്ടിക്കഴുകണം. കൈ കുറച്ചും കണ്ട് കഴുകിയാൽ, ഈ മുട്ടുകൈ വരെ കഴുകലാണ് നിർബന്ധമുള്ളത്. സ്വല്പം കണ്ട് കയറ്റിയാൽ ആ കയറ്റി കഴുകുക എന്നുള്ള സുന്നത്ത് കിട്ടി. ഈ തോളൻ കൈ വരെ കഴുകലാണ് അതിന്റെ പരിപൂർണമായ ക്രമം. അപ്പൊ എത്രത്തോളം നീട്ടി കഴുകി, അവിടൊക്കെ സ്വർണത്തിന്റെ വളകളും അങ്ങനെയുള്ള ആഭരണങ്ങളൊക്കെ ധരിപ്പിക്കപ്പെടും എന്ന് പ്രസിദ്ധമായ ഹദീസിലുണ്ട്. അപ്പോ ഒരാൾക്ക് ഫർദ് നിസ്കാരത്തിന്റെ സമയമായി, അവൻ അതിന്റെ വുളൂ ഈ പറഞ്ഞ പ്രകാരം വെടിപ്പാക്കി നല്ല സുന്നത്തുകളൊക്കെ പാലിച്ച് അദബുകളൊക്കെ പാലിച്ച് നന്നായി നിർവഹിച്ചു. നിസ്കാരത്തിന്റെ ഭക്തിയും നന്നാക്കി. നിസ്കാരത്തിലൊക്കെ നല്ല ഭക്തിയോടെ ആത്മാർത്ഥമായി ശ്രദ്ധയൊന്നും പാളാതെ നിസ്കരിച്ചു. അതിന്റെ റുക്നുകളൊക്കെ, റുക്കു അടക്കമുള്ള എല്ലാ ഫർളുകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായി തന്നെ നിർവഹിച്ചു. എന്നാൽ ഇല്ലാ കാലത്ത് ഗഫാറത്തൻ ലിമാ ഖബ്ലഹാ മിനൽ ദുനൂബി, ആ നിസ്കാരമായിട്ടല്ലാതെ, നിസ്കാരമായി തീരും, ഗഫാറത്തൻ ലിമാ ഖബ്ലഹാ, ആ നിസ്കാരത്തിന് മുമ്പുള്ള ഒന്നിനിക്ക് പൊറുപ്പിക്കുന്ന, അതിനെ മറപ്പിക്കുന്ന ഒന്നായി മാറും. ആ ഒന്ന് എന്തിനാൽ? മിനൽ ദുനൂബി, ദോഷങ്ങളാൽ. അപ്പൊ ഈ നിസ്കാരത്തിന് മുമ്പുള്ള ദോഷങ്ങളൊക്കെ ഈ എന്ത് ചെയ്യും? ഇതങ്ങ് പുറത്തു കളയും, ഈ നിസ്കാരം പുറത്തു കളയും. മാലം യൂത്തി കബീറത്തൻ, അവൻ വൻദോഷം കൊണ്ടുവരാത്ത കാലത്തോളം. വൻദോഷം ചെയ്താൽ വൻദോഷങ്ങൾ ഇതൊള്ളൊന്നും പൊറുക്കൂല. വൻദോഷം ഉണ്ടായാൽ ഇക്കാര്യങ്ങളെ കൊണ്ട് ചെറുദോഷം പൊറുക്കൂല എന്നല്ല, വൻദോഷം പൊറുക്കൂല ഈ കർമ്മങ്ങളെ കൊണ്ട് എന്നതിന്റെ അർത്ഥം. വൻദോഷങ്ങൾ പൊറുക്കണമെങ്കിൽ അതിന് നിബന്ധനയത്തെ തൗബന്നെ വേണം. ആ തൗബയുടെ ഉപാധികളൊക്കെ പാലിച്ച് പൊരുത്തപ്പെടിക്കാനുള്ളവനോടൊക്കെ പൊരുത്തപ്പെടിച്ച് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് അതിന്റെ ഷർത്തുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയ രീതിയിലുള്ള തൗബ ഉണ്ടാവണം. ഈ പള്ളിയിലേക്കുള്ള നടത്തം, ഉളു, അതുപോലെ നോമ്പ്, നിസ്കാരം, ഇതുകൊണ്ടൊക്കെ ചില ദോഷങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറഞ്ഞതൊക്കെ ചെറുദോഷങ്ങളാണ് എന്നാണ് പ്രഗത്ഭരായ ഇമാമുകൾ പറയുന്നത്. ഇത് ഒന്നോ രണ്ടോ ദിവസമല്ല, ഇത് എക്കാലവും, കാലം മുഴുക്ക അങ്ങനെ തന്നെ. അപ്പൊ അള്ളാഹു നമുക്ക് വെച്ചിരിക്കണ മുക്കഫിറാത്തുകൾ നോക്കും. അള്ളാഹുവിന്റെ കാരുണ്യാണ്. മനുഷ്യ സഹജമായി വന്നു പോകുന്ന വീഴ്ചകൾ പരിഹരിക്കാൻ എത്രയോ കർമ്മങ്ങൾ അള്ളാഹു
ഓരോ ദിവസം കണക്കെ തന്നെ വെച്ചിട്ടുണ്ട്. ഈ നിസ്കാരം, ഉളു, പള്ളിയിലേക്കുള്ള നടത്തം, ഖുർആനൊക്കെ അതൊക്കെ ഈ പറഞ്ഞ കർമ്മങ്ങളെല്ലാം അതിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരുമാറാവട്ടെ. അവന്റെ പൊരുത്തത്തിലായി ജീവിച്ചു പൊരുത്തത്തിലായി മരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.